ഏവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 7-ാം തീയതി നടന്ന LGSൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങൾ വിശദമായി ഡിസ്കസ് ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇവിടെ നമുക്ക് ബോട്ട്മാസ് നിയമം വെച്ചിട്ട് ചെയ്യാം. അതായത് ഇവിടെ ഡിവിഷൻ ആദ്യം ചെയ്യുക. 8/2 എന്ന് പറയാൻ 4. പിന്നെ റൈറ്റിലോട്ട് ഒരു ഇൻറ്റു 14 ഉണ്ട്, ലെഫ്റ്റിലോട്ട് ഒരു 7 ഇൻറ്റു ഉണ്ട്, പ്ലസ് 3² എന്ന് പറഞ്ഞാൽ 9. അതായത് 14 4 56 7 കൂടെ ഗുണിക്കുക, 392. 3² എന്ന് പറഞ്ഞാൽ 9, 401 കിട്ടും. 401 ഈ ഓപ്ഷനിൽ ഒന്നുമില്ല, ഓപ്ഷനെല്ലാം തെറ്റാണ്. ഉത്തരം 401 ശരിയായിട്ടുള്ള ഉത്തരം. കൂടി പറയാം. 8/2 ഡിവിഷൻ ആദ്യം ചെയ്യുക. അതായത് 4. പിന്നെ റൈറ്റിലോട്ട് ഒരു ഇൻറ്റു 14 ഉണ്ട്, ലെഫ്റ്റിലോട്ട് ഒരു 7 ഇൻറ്റു ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, 3² 9. 14 4 56, പിന്നെ 7 കൂടെ ഗുണിക്കുക. ഗുണിക്കേണ്ടത് ആദ്യം ചെയ്യുക. എന്നിട്ട് 392 ഈ 9 കൂടെ കൂട്ടിയാൽ 401 വരുന്നത്. അത് ഈ ഓപ്ഷനിൽ ഒന്നിലുമില്ല, ഓപ്ഷനെല്ലാം തെറ്റാണ്. ഈ ഡിവിഷൻ ആദ്യം ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ബോട്ട്മാസ് നിയമം അനുസരിച്ച് ബ്രാക്കറ്റ് ഓഫർ ഡിവിഷന് മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ. ഇവിടെ 2/2 എത്രയാണ്? 1. റൈറ്റിലോട്ട് ഒരു ഇൻറ്റു 7 ഉണ്ട്, ലെഫ്റ്റിലോട്ട് ഒരു 7² ഇൻറ്റു, അതായത് 49 ഗുണം ഇത് രണ്ടും ഡിവൈഡ് ചെയ്തത് 1 വരും. റൈറ്റിലോട്ട് ഒരു ഇൻറ്റു 7 ഉണ്ട്, ലെഫ്റ്റിലോട്ട് ഒരു 7² ഇൻറ്റു ഉണ്ട്. 7² എന്ന് പറഞ്ഞാൽ 49. 49 ഇൻറ്റു 1 ഇൻറ്റു 7, 49 7. 343 വരുന്നത്. ഇവിടെ ഓപ്ഷനിലൊന്നും ശരി ഉത്തരമില്ല. ശരി ഉത്തരം 343 വരുന്നത്. ഈ 2 ചോദ്യങ്ങളിലെയും ഓപ്ഷൻസ് തെറ്റാണ്. രമയുടെയും ജയയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 2:3 തന്നിട്ടുണ്ട്. അപ്പോൾ രമയുടെ വയസ്സ് 2x ജയയുടെ വയസ്സ് 3x ആണ്. 2x 3x ഇപ്പോഴത്തെ വയസ്സ്. ഇനി 5 വർഷം കഴിയുമ്പോൾ രമയ്ക്ക് എത്ര വയസ്സ് കൂടും? 5 കൂടും. ജയയ്ക്കും എത്ര വയസ്സ് കൂടും? 3x + 5. നമുക്ക് 5 വർഷം കഴിയുമ്പോൾ രമയുടെ പ്രായം തന്നിട്ടുണ്ട്. അതായത് രമയുടെ പ്രായം എത്ര? 5 വർഷം കഴിയുമ്പോൾ 2x + 5 എന്ന് പറയുന്നത് 24 ആണ്. അതിൽ നിന്ന് x കണ്ടുപിടിക്കുക. 2x = 24 - 5 = 19. എക്സിൻ്റെ വില 19 കൂടെ കിടക്കുന്ന /2. നമുക്ക് ജയയുടെ ഇപ്പോഴത്തെ പ്രായം അറിയണ്ട, x കണ്ടുപിടിച്ചല്ല. ജയയുടെ ഇപ്പോഴത്തെ പ്രായം കാണാൻ 3 ഗുണം x 19/2, അതായത് 57/2, 28.5 വയസ്സ് വരും. 28, 28.5. അപ്പോൾ ഇതിലെ ഓപ്ഷനൊന്നും ശരിയല്ല. ഇവിടെ ശരി ഉത്തരം എത്രയാണ് വരുന്നത്? 28. 2 അംശബന്ധങ്ങൾ തുല്യമായാൽ നമുക്ക് ഇതിനെ അറിയാത്തതിനെ x എന്ന് കൊടുക്കുന്നു. 2 അംശബന്ധങ്ങൾ തുല്യമായാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. A/B = C/D ആയാൽ A/B = C/D ആണ് അംശബന്ധം. അതായത് 11/132 എന്ന് പറയുന്നത് 22/x ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 11 × x = 132 × 22. എക്സ് കാണാൻ 132 × 22 കൂടെ കിടക്കുന്ന 11 ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കണം. ഇത് കട്ട് ചെയ്യുമ്പോൾ 2 132 × 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി എഴുതിയാൽ മതി. 264 വരും ഉത്തരം. 2 അംശബന്ധങ്ങൾ തുല്യമായാൽ A/B = C/D ആയാൽ നമുക്ക് A/B = C/D എന്ന് എഴുതാം. 2 അംശബന്ധങ്ങൾ ഇവിടെ തുല്യമാണ്. അറിയാത്തതിന് നമ്മൾ x എന്ന് കൊടുത്തു. അതായത് പിന്നെ നമുക്ക് ഇതുപോലെ എഴുതാം. 11/132 = 22/x. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യുക. 11 × x 11x = 132 × 22. അപ്പോൾ എക്സിൻ്റെ വില കാണാൻ എന്ത് ചെയ്താൽ ഇത് കൂടെ കിടക്കുന്ന 18 ഇട്ട് കൂടെ കിടക്കുന്ന 11 ഇവിടെ കൊണ്ടുവന്ന് ഹരിച്ചാൽ മതി. 11 2 22, അതായത് 132 × 2. 132ൻ്റെ ഇരട്ടി എന്ന് എഴുതിയാൽ മതി. അതായത് 264. 2 ഇട്ട് ഗുണിച്ചെഴുതുക. ഇനി ഇതിൽ ഒറ്റയായി ഏതെന്നാണ് അടുത്ത ചോദ്യം. അതായത് ചതുർഭുജം, ലംബകം, സാമാന്തരികം, ചതുരം. ഇതിനെല്ലാം പ്രത്യേക നാമങ്ങൾ തന്നിട്ടുണ്ട്. ചതുർഭുജമാണ് ഇതിലെ ശരി ഉത്തരം. കാരണം 4 വശമുള്ള ഏത്
ഫിഗറിനെയും കോമൺ ആയിട്ട് പറയുന്നതാണ് ചതുർഭുജം എന്നുള്ളത്. 4 വശമുള്ള ഏത് ചിത്രത്തെയും നമുക്ക് ചതുർഭുജം എന്ന് പറയാം. ഇതെല്ലാം അതിൻ്റെ കറക്റ്റ് പേരുകൾ തന്നിട്ടുണ്ട്. ചതുർഭുജമാണ് ഉത്തരം. ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? 2, 3, 5, 7 ഇതെല്ലാം അഭാജ്യ സംഖ്യകളാണ്. ഒന്നും ആ സംഖ്യ മാത്രമേ ഘടകം കാണൂ. 9 പറ്റില്ല, 10 പറ്റില്ല, 11, 13, 1, 2, 3, 4, 5, 6, 13, 17, 19, 3, 3, 3, 6, 2, 8. എട്ടാമത്തെ പദം എന്ന് പറയുന്നത് സംഖ്യ എന്ന് പറയുന്നത് 19 വരും. എട്ടാമത്തെ അഭാജ്യ സംഖ്യ. ഇത് അഭാജ്യ സംഖ്യകളാണ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. 2, 3, 5, 7 ഇതിൻ്റെ പ്രത്യേകത. 7, 11, 13, 15, 16 ഒക്കെ ഭാജ്യസംഖ്യ. 17, 19, 19 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. HCF ആ ചോദിച്ചേക്കുന്നത്. HCF എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3ൻ്റെയും ഘടകമായിട്ട് വരണം. ഇവിടെ 10 പറ്റില്ല, 55 കിട്ടില്ല. 10 ഇതിൻ്റെ ഘടകമല്ല. ഓപ്ഷനിൽ നോക്കിയാൽ കിട്ടും. 8ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ ഇത് 3 കിട്ടത്തില്ല. ഇത് 2 കിട്ടും. 55 കിട്ടില്ല. 5 ഘടകം. 2 പറ്റില്ല, കാരണം 55 ഇരട്ട സംഖ്യയല്ല. അതുകൊണ്ട് HCF നമുക്ക് ഓപ്ഷനിൽ നിന്ന് നോക്കിയാൽ ചെയ്ത് നോക്കാതെ തന്നെ കിട്ടും. 5 ശരി ഉത്തരം. നോക്കാതെ തന്നെ നമുക്ക് കിട്ടും, കാരണം 10 10 ഇതിന് ഘടകം വരത്തില്ല. 55 3നും വരണം. 3നും വരുന്ന ഏറ്റവും വലിയ ഘടകമാണ് HCF അല്ലെങ്കിൽ ഉസാക. ഇവിടെ 8 പറ്റില്ല. 8ൻ്റെ ടേബിളിൽ 55 കിട്ടില്ല. 80, 10, 100 കിട്ടും. ഇവിടെ 5 കിട്ടും. 5 3ൻ്റെയും ഘടകമാണ്. 2 55 ഒറ്റ സംഖ്യയാണ്. ഇരട്ട സംഖ്യയാണെങ്കിൽ അത് 2ൻ്റെ ഘടകം വരുന്നത്. 2 ഘടകമായിട്ട് വരുന്നത്. അതായത് ഇവിടെ HCF ഓപ്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടും 5 ഏറ്റവും വലിയ ഘടകം. ഇതിന് 3ൻ്റെയും ഘടകമായിട്ട് വരണം, പൊതുവായിട്ട് വരണം. ഇനി 2n+1 സമം ഇതിനെ നമുക്ക് 2ൻ്റെ പവറാക്കി എഴുതണം. കൃത്യങ്ക നിയമം ഉപയോഗിക്കാൻ വേണ്ടി 16 ഗുണം 2. അതായത് 16 എന്ന് പറയുന്നത് 2/4 × 2/1. അതായത് 2/5 വരും. 2n+1 സമം 2/5. ഇവിടെ കൃത്യങ്ക നിയമം അനുസരിച്ച് ബേസ് 2ഉം തുല്യമായാൽ പവേഴ്സ് തുല്യമാണ്. ഇവിടെ ബേസ് 2 അടുത്തും 2 അപ്പോൾ പവേഴ്സ് തുല്യമാണ്. അതായത് n+1 എന്ന് പറയുന്നത് 5. n+1 5 ആകുമ്പോൾ n-ൻ്റെ വില 5 - 1 = 4. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. 2n+1 സമം 32നെ 2ൻ്റെ ഘടകമാക്കി. 16, 2, 32. 16 2/4 × 2/1. അതായത് 2 അറിഞ്ഞുകൂടായെങ്കിൽ 2/5 എന്ന് എഴുതാം. അത് അറിയില്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. 16 ഗുണം 2. അതായത് 2/4 ഗുണം 2/1. 2/5. 2n+1 സമം 2/5. ഇവിടെ കൃത്യങ്ക നിയമം അനുസരിച്ച് ഇവിടെ ബേസ് 2ഉം തുല്യമായാൽ പവേഴ്സ് തുല്യമാണ്. ഇവിടെ ബേസ് 2ഉം 2. അപ്പോൾ പവർ തുല്യമാകും. നമുക്ക് n+1 എന്ന് പറയുന്നത് 5. അപ്പോൾ n സമം 5. ഈ കൂടെ കിടക്കുന്ന 1 ഇവിടെ കൊണ്ടുവന്ന് കുറയ്ക്കുന്നു. 4. 5 - 1 4. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അത് ഓർക്കുക. ബേസ് തുല്യമായാൽ പവേഴ്സ് തുല്യമായിരിക്കും. കൃത്യങ്ക നിയമം. തിരിച്ചും പവർ 2 ഇപ്പോൾ 2/5 = x/5. പവർ 5 2ഉം തുല്യമായാൽ ബേസും തുല്യമായിരിക്കും. കൃത്യങ്ക നിയമം അങ്ങനെയാണ്. ഇവിടെ 1600 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 12% നഷ്ടത്തിലാണ് വിറ്റ്. അപ്പം നഷ്ടശതമാനം എത്ര? നഷ്ടശതമാനം എന്ന് പറയുന്നത് 12% തന്നിട്ടുണ്ട്. എത്ര? വാങ്ങിയ വിലയുടെ 12%. അതായത് വാങ്ങിയ വില എത്ര? 1600 × 12%. 12/100. അതായത് 72 ഇഷ്ടം 192 രൂപ കുറയും. 1600 നിന്ന് 190. ആ നഷ്ടം കിട്ടിയ എത്ര പൈസയാണോ അത് കുറയും. 2 × 8 0. 1408 രൂപയാണ് വിറ്റ വില. കാണാൻ ആ നഷ്ടം എത്ര രൂപയാണോ വാങ്ങിയ വില എന്നത് കുറച്ചാൽ മതി. കോസ്റ്റ് പ്രൈസിൽ നിന്ന് ലോസ് കുറച്ചാൽ മതി. നഷ്ടം കാണാൻ ആ വാങ്ങിയ വിലയുടെ നഷ്ടശതമാനം കാണുക. ഒരിക്കൽ കൂടി പറയാം. ഇവിടെ നഷ്ടശതമാനം തന്നിട്ടുണ്ട്. ഇത് വാങ്ങിയ വില എത്രയാണ്? വാങ്ങിയ വില 1600 രൂപ. അപ്പോൾ നഷ്ടം എത്ര ശതമാനം തന്നിട്ടുണ്ട്? വാങ്ങിയ വിലയുടെ ആണ് നഷ്ടം. കോസ്റ്റ് പ്രൈസിൻ്റെ 12%. അതായത് 1600ൻ്റെ 12/100 കട്ട് ചെയ്ത് പോകും. 12 72 12 192 രൂപയാണ് നഷ്ടം വന്നത്. അപ്പോൾ വാങ്ങിയ വിലയിൽ നിന്ന് അത് കുറയ്ക്കുക.
സെല്ലിംഗ് പ്രൈസ് കാണാൻ ലാഭമാണ് വന്നെങ്കിൽ വാങ്ങിയ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ കൂട്ടുക. നഷ്ടമായതുകൊണ്ട് വാങ്ങിയ വിലയിൽ നിന്ന് 292 കുറയ്ക്കുക. 1408 രൂപ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി അടുത്തത് ബ്രാക്കറ്റ് ആദ്യം ചെയ്യാം. ഇവിടെ ബ്രാക്കറ്റ് ആദ്യം ചെയ്യാം. അതായത് 45 + 7 ബോട്ട് മാസ് നിയമം അനുസരിച്ച് ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക, പിന്നെ ഇൻറ്റു ചെയ്യുക, പിന്നെ പ്ലസ് മൈനസ് ഒക്കെ ചെയ്യുക. 45 7 എത്രയാണ്? 52. പിന്നെ ഇവിടെ എന്തുകൊണ്ട്? ഇൻറ്റു 7. പിന്നെ ഇവിടെ ഒരു 41 - 30. ഇനി 52 7 കൂടെ ഒന്നിച്ച് ഗുണിക്കുക. ബ്രാക്കറ്റ് കഴിഞ്ഞു. ഇനി ഡിവിഷൻ ഇല്ല, മൾട്ടിപ്ലിക്കേഷൻ. 52 ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 52. 52 7 കൂടെ ഗുണിക്കുമ്പോൾ 41 - 30 + 364. ഇനി നമുക്ക് 41 നിന്ന് 30 പോയാൽ 11 പ്ലസ് മൈനസ് അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 364 കൂടെ കൂട്ടുമ്പോൾ 375 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക. 45 7 52. 52 7 കൂടെ ഗുണിക്കുമ്പോൾ 364 വരും. 41 - 30 + 364. ഇനി 364 41 കൂടെ കൂട്ടിയിട്ട് 30 കുറച്ചാലും മതി. അല്ലെ 41 നിന്ന് 30 കുറച്ചാൽ 11. 11 + 364 അതായത് 375 വരും ഉത്തരം. 0.05 സ്ക്വയർ ഇൻറ്റു ഇനി 1/20 കാണണം. 1നെ 20 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു, 0 കൊടുത്തു. ഇവിടെ പറ്റാത്തതുകൊണ്ട് വീണ്ടും ഒരു 0 കൊടുക്കുക. അപ്പോൾ 0 കൊടുത്തിട്ട് ഇവിടെ 0 കൊടുക്കുക. 25 100. അതായത് ഇവിടെ ഒരു പോയിന്റ് 0.5 സ്ക്വയർ ഉണ്ട്. ഇവിടെ 1/20 എന്ന് പറയുന്നത് എന്താ കിട്ടും? 0.05. ഇത് 3 ആണോ? ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇവിടെ ⁻1. അപ്പോൾ 0.05 സ്ക്വയറും 0.05 ⁻1 കൂടെ എത്ര വരും? 0.05 ക്യൂബ് വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഈ 1/20യുടെ വിലയും കൂടെ നമുക്ക് കാണണം. 1/20 അതായത് 1/20 എന്ന് പറയുന്നത് 0.05 വരും. നോക്കാം നമുക്ക്. ഇവിടെ പറ്റാത്തതുകൊണ്ട് ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു, ഇവിടെ ഒരു 0 കൊടുത്തു, വീണ്ടും പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു 0 കൊടുക്കുക, ഇവിടെ ഒരു 0 കൊടുക്കുക. 25 100. അതായത് നമുക്കിവിടെ എന്ത് കിട്ടി? ഇവിടെ ഒരു 0.05 ഉണ്ട്, ഹോൾ സ്ക്വയർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 0.05 എന്ന് പറയുന്നത് 0.05 ആണ്. ഇവിടെ സ്ക്വയറും വന്നു, ഇവിടെ 1 വന്നു. അപ്പോൾ ആകെ എത്ര വരും? 3 തവണ വരുന്നുണ്ട്. 0.05 ⁻3 വരും. ഇവിടെ 0.05 സ്ക്വയറും 0.05 ⁻1 കൂടെ ആകുമ്പോൾ 0.05 3 തവണ വരുന്നുണ്ട്. ഇവിടെ ഈ ശ്രേണിയിൽ 1 2 3 3 3 6. ഇവിടെ 2 കൂട്ടി, ഇവിടെ 3 കൂട്ടി, ഇവിടെ 4 കൂട്ടണം. 10 ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എ. ഇവിടെ ഇതിൽ കൂടെ പറയാം 1 3 6 എക്സെട്ര. ലാസ്റ്റ് ഈ മിസ്സിങ് ഇത്. ഇവിടെ 1ൻ്റെ കൂടെ 2 കൂട്ടി 3 കിട്ടി. 3ൻ്റെ കൂടെ 3 കൂട്ടി 6 കിട്ടി. ഇനിയിപ്പോൾ 2 കൂട്ടി 3 കൂട്ടി ഇനി അടുത്തത് 4 കൂട്ടണം. 6ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 10. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി വയസ്സ് 160 തന്നിട്ടുണ്ട്. 5 പേരുടെ ശരാശരി വയസ്സ്, അതായത് 4 പേരുടെ വയസ്സ് തന്നിട്ടുണ്ട്. 163 160 161 162. അപ്പോൾ ഇവരുടെ എല്ലാവരും കൂടെ 4 പേരുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ആകെ ഡിവൈഡഡ് ബൈ എണ്ണമാണ്. ഇവരുടെ എല്ലാവരുടെയും കൂടെ 5 പേരുടെയും കൂടെ ആകെ വയസ്സ് ഡിവൈഡഡ് ബൈ 5. അതായത് 4 പേരുടെ വയസ്സും 5ാമത്തെ ആളിൻ്റെ വയസ്സ് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എക്സ് എന്ന് എടുക്കും. 4 ആകെ വയസ്സ്, 4 പേരുടെ ആകെ വയസ്സും എക്സും ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 160 തന്നിട്ടുണ്ട്. അതായത് 4 പേരുടെ വയസ്സ് എത്രയാണ്? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 160 4 വരും. 4 വരുമ്പോൾ 640 വരും. 16 4 64. അപ്പോൾ 1 2 3 കൂടെ കൂട്ടും, അതായത് 646 വരും. അപ്പോൾ 4 പേരുടെ ആകെ വയസ്സ് എത്ര? 646 + എക്സ് ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 160. ശരാശരി തന്നിട്ടുണ്ട് 5 പേരുടെ. 5ാമത്തെ ആളുടെ അറിയാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. അതായത് ഇതിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 646 + എക്സ് = 160 × 5, അതായത് 800 വരും. 646 എക്സും കൂടെ കൂട്ടുന്ന 800 വരും. അപ്പോൾ 5ാമത്തെ ആളിൻ്റെ വയസ്സ് എത്ര വരും? 800-ൽ നിന്ന് 646 കുറയ്ക്കുക, 154 വരും. ഇവിടെ
4 പേരുടെ ആകെ വയസ്സും 5ാമത്തെ ആളിൻ്റെ വയസ്സും മൊത്തവും കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശരാശരി കിട്ടും. ശരാശരി 160 തന്നിട്ടുണ്ട്. 4 പേരുടെ ആകെ വയസ്സ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 646. 164 ഗുണിച്ചിട്ട് 16 4 64, 164 640, പിന്നെ 1 2 3 കൂടെ കൂട്ടും 646. 646ഉം 5ാമത്തെ ആളുടെ വയസ്സ് എക്സ് എന്ന് എടുക്കുന്നു. എക്സും കൂടെ കൂട്ടി 5 കൊണ്ട് ഹരിക്കുന്നതാണ് നമ്മുടെ ശരാശരി 160 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 160 × 5 646 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 16 × 80 800 വരും. 160 × 5 അതായത് 646 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 800. എക്സിൻ്റെ വില 800 മൈനസ് 600. ഈ 646 ഇപ്പുറം വരുമ്പോൾ മൈനസ് 154 5ാമത്തെ ആളിൻ്റെ വയസ്സ്. വേഗത കാണാൻ, സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസും ടൈമും തന്നിട്ടുണ്ട്. വിമാനത്തിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 250 കിലോമീറ്റർ. ടൈം എത്രയാണ്? അരമണിക്കൂർ. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 1/2 എന്ന് എഴുതാം. അത്രയും മണിക്കൂർ. അതായത് 250 ഇൻറ്റു ഒരു ഫ്രാക്ഷൻ വരുമ്പോൾ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 250 × 2/1. 250 × 2 എത്ര? 500. അതിൻ്റെ ഇരട്ടി. 250ൻ്റെ ഇരട്ടി എഴുതിയാൽ മതി. അത്രയും കിലോമീറ്റർ പെർ അവർ. ഡിസ്റ്റൻസ് ബൈ ടൈം, സ്പീഡ് 250 കിലോമീറ്റർ. സമയം അരമണിക്കൂർ എന്ന് വന്നിട്ടുണ്ട്. സമയം അരമണിക്കൂർ. അതായത് 1/2 എന്നുള്ളത് ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 2/1. അതായത് 250ൻ്റെ ഇരട്ടി വരും. 500 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാമല്ലോ. ഇത് 2ൻ്റെ ക്യൂബാണ്, ഇത് 3ൻ്റെ ക്യൂബാണ്, ഇത് 4ൻ്റെ ക്യൂബാണ്. ഇത് മാത്രം ക്യൂബല്ല, ഇത് 4 സ്ക്വയറാണ്. ബാക്കിയെല്ലാം ക്യൂബാണ്. 2 ക്യൂബ്. അപ്പോൾ ഈ 16 ശരി ഉത്തരം. 16 ആണ് ശരി ഉത്തരം. ഇത് 2ൻ്റെ ക്യൂബ്, 3ൻ്റെ ക്യൂബ്, 4ൻ്റെ ക്യൂബ്. ഇവിടെ മാത്രം സ്ക്വയറാണ്, വർഗമാണ്. ഇവിടെ ബാക്കിയെല്ലാം ക്യൂബാണ്. അപ്പോൾ 16 ശരി ഉത്തരം. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതാൻ. അതായത് ഛേദങ്ങളുടെ എല്ലാം കൂടെ LCM ഒന്ന് കാണുക. ഏതെങ്കിലും 2 സംഖ്യക്കെങ്കിലും ഘടകം വരണമെന്നേ ഉള്ളൂ. ഇവിടെ 2, 1, 3, 2, 5. ഇനിയും പൊതു ഘടകങ്ങളൊന്നുമില്ല, ഒന്നല്ലാതെ. അതുകൊണ്ട് അതെല്ലാം കൂടെ ഗുണിക്കുക. ഇതെല്ലാം കൂടെ ഗുണിക്കുക. 2 × 1 × 3 × 2 × 5. 2 × 5 10, 10 30, 2 60 കിട്ടും. LCM 60 കിട്ടും. ഇനി LCM വെച്ച് ഓരോന്നിനും ഞാൻ ഗുണിച്ചാൽ മതി. ഈ 2 ഇതും കൂടെ വെട്ടിയിട്ട് നമുക്ക് 30 കിട്ടും. 30 × 1 30. ഇവിടെ 2/3 × 60. ഓരോന്നിനും LCM വെച്ചാൽ ഗുണിക്കുക. 3 20 60. അതായത് 20 × 2 40 കിട്ടും. ഇനി 3/4 × 60 അല്ല 15. 15 3 45. ഇനി 1/5 × 60 12. 12 × 1 12. അതായത് 1/5ൻ്റെ ഗുണിച്ചപ്പോഴാണ് ഏറ്റവും ചെറുത് വന്നത്. 12 30 40 45. അതിൻ്റെ ക്രമത്തിൽ എഴുതാം. 12 എടുത്ത ഏതിനായിരുന്നു? 1/5. പിന്നെ 30 വന്നത് 1/2. പിന്നെ 40 വന്നത് 2/3. ആദ്യം ഏറ്റവും ചെറുത്, പിന്നെ വലുത് വലുത് വലുത്, പിന്നെ 3/4. ഈ ക്രമത്തിന് എഴുതണ്ടേ. 1/5 ലെസ് ദാൻ 1/2 ലെസ് ദാൻ 2/3 ലെസ് ദാൻ 3/4. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആദ്യം LCM കാണുക. LCM 60 LCM വെച്ചിട്ട് ഓരോ ഫ്രാക്ഷനെ ഇൻറ്റു ചെയ്യുക. 2 60 കൂടെ വെട്ടുമ്പോൾ 30. 1 × 30 30. 2/3 × 60. അതായത് 30. 3ഉം 60ഉം കൂടെ വെട്ടുമ്പോൾ 20 കിട്ടും. 20 2 കൂടെ ഗുണിച്ചാൽ 40. 3/4 × 60 15 4 15 3 45. 1/5 × 60 12 5 60. അതായത് 12 30 40 45. ആ ഓർഡറിൽ എഴുതുക. ഇതാണ് ശരി ഉത്തരം. ക്ലാസ് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. കിട്ടാവുന്നത്ര മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.